നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കാത്തിരിപ്പിന് വിരാമമിട്ട് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ആദ്യ ടിക്കറ്റ് എടുത്ത് മന്ത്രിമാരായ AK ശശീന്ദ്രനും K രാജനും. ചിമ്മിനി ഇക്കോ ടൂറിസം ഒന്നാം ഘട്ട സമർപ്പണവും രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനവും മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. വെള്ളിക്കുളങ്ങരയിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന് വില്ലനായി വൈദ്യുത പോസ്റ്റുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ചാലക്കുടി മണ്ഡലത്തിൽ 1687 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി സനീഷ് കുമാർ ജോസഫ് MLA. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവിലേക്ക് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ. സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച 5 സ്മാർട്ട് ക്ലാസ് മുറികളുടെയും ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കുകളുടെയും ഉദ്ഘാടനം നടത്തി. കോടാലി ടൗണിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ തെരുവിലിറങ്ങി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി. വർണ്ണക്കാഴ്ചയൊരുക്കി കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കാത്തിരിപ്പിന് വിരാമമിട്ട് പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മന്ത്രിമാരായ AK ശശീന്ദ്രനും K രാജനും പാർക്കിലേക്ക് ആദ്യ ടിക്കറ്റ് എടുത്ത് പ്രവേശനത്തിന് തുടക്കം കുറിച്ചു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സന്ദർശന സമയം. എല്ലാ തിങ്കളാഴ്ചകളിലും സുവോളജിക്കൽ പാർക്കിന് അവധിയായിരിക്കും. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൗജന്യവുമായിരിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഇളവുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യമാണ്. 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും 20 വിദ്യാർത്ഥികളോടൊപ്പം വരുന്ന ഒരു അധ്യാപകൻ, അധ്യാപിക, ജീവനക്കാരൻ എന്നിവർക്കും 30 രൂപ നിരക്കിൽ പ്രവേശനം അനുവദിക്കും. ഹെഡ് മാസ്റ്ററുടെയോ പ്രിൻസിപ്പലിന്റെയോ അനുമതി ആവശ്യമാണ്. ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി 25 രൂപയും ഓട്ടോറിക്ഷകൾക്ക് 30 രൂപയും കാർ അല്ലെങ്കിൽ ജീപ്പ് എന്നിവയ്ക്ക് 100 രൂപയും 32 സീറ്റുകൾ വരെയുള്ള വാൻ അല്ലെങ്കിൽ ടെമ്പോ അല്ലെങ്കിൽ മിനി ബസ് എന്നിവയ്ക്ക് 175 രൂപയും ബസ്സുകൾക്ക് 250 രൂപയും ടിക്കറ്റ് ചാർജായി നൽകണം. സ്റ്റിൽ ക്യാമറകൾക്ക് 350 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 750 രൂപയും ക്ലോക്ക് റൂമിന് 25 രൂപയുമാണ് ടിക്കറ്റ് നിരക്കായി നിശ്ചയിച്ചിട്ടുള്ളത്. സുവോളജിക്കൽ പാർക്കിനകത്തെ യാത്രക്കാർക്കായി KSRTCയുടെ 2 ഇലക്ട്രിക് ബസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ചിമ്മിനി ഇക്കോ ടൂറിസം ഒന്നാം ഘട്ട സമർപ്പണവും രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനവും വനം മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് T ഉമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ഫവാസ്, പഞ്ചായത്ത് അംഗം ഷാദിയ അഫ്സൽ, INC വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് P ഗോപാലകൃഷ്ണൻ, പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷൻ വാർഡൻ MK രഞ്ജിത്ത്, CPM പാലപ്പള്ളി ലോക്കൽ സെക്രട്ടറി ആലി പടിക്കമണ്ണിൽ, NCP ജില്ലാ സെക്രട്ടറി ഷിജു കീടായി, CPI പാലപ്പള്ളി ലോക്കൽ സെക്രട്ടറി രവി കൂട്ടാല, BJP മുപ്പുളിയം ഏരിയ പ്രസിഡന്റ് VR ഷാജി, ചിമ്മിനി വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ KM മുഹമ്മദ് റാഫി എന്നിവർ പങ്കെടുത്തു. MLA ഫണ്ട് ഉപയോഗിച്ച് ടോയ്ലറ്റ് കോംപ്ലക്സ്, കുടിവെള്ള സൗകര്യം, ദിശ ബോർഡുകൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കി. സഞ്ചാരികൾക്കുള്ള സോളാർ ബോട്ട്, ബഗ്ഗി വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വൈൽഡ് അഡ്വഞ്ചർ പാർക്ക് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമാണ് രണ്ടാം ഘട്ടത്തിലുള്ളത്. മൂന്നാം ഘട്ടത്തിൽ വനശ്രീ ഇക്കോ ഷോപ്പ്, കഫറ്റേരിയ, ബോട്ട് ലാൻഡിംഗ് ഏരിയ എന്നിവയാണുള്ളത്. ഇവിടെ എത്തിപ്പെടാനും അവർക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള പ്രാഥമികമായതും ഇല്ലാത്തതുമായ ഒട്ടേറെ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കേണ്ടതുണ്ട് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർച്ചയായി 3 വർഷങ്ങളായി അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും പ്രവൃത്തി നടപ്പാക്കുന്നതിനായി താൽപര്യപത്രം ക്ഷണിച്ചിരുന്നു. തുടർന്ന്
കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷത വഹിച്ച നമ്മളുടെ പ്രിയപ്പെട്ട MLA ശ്രീ KK രാമചന്ദ്രൻ അവറുകളാണ്. വളരെ തിരക്കിനിടയിലും അദ്ദേഹം കൃത്യസമയത്ത് തന്നെ ഈ യോഗത്തിന് എത്തിയിട്ടുള്ളതാണ്. നമ്മുടെ എല്ലാ പദ്ധതികളിലും സഹകരിക്കുന്ന ശ്രീ രാമചന്ദ്രൻ MLAക്ക് ചിമ്മിനിയുടെ പേരിലും PCFDയുടെയും വനംവകുപ്പിൻ്റെയും പേരിലും ഉള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ വെള്ളിക്കുളങ്ങര റീച്ചിൽ പുരോഗമിക്കുന്നു. പ്രവൃത്തികൾക്ക് തടസ്സമായി നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ KSCB മാറ്റി സ്ഥാപിക്കാത്തത് പ്രതിസന്ധിയാകുന്നതായി പരാതി. മലയോര ഹൈവേക്ക് ജില്ലയിൽ 3 റീച്ചുകളാണുള്ളത്. ആദ്യ റീച്ചായ പീച്ചി റോഡ് ജംഗ്ഷൻ മുതൽ വിലങ്ങന്നൂർ വരെയുള്ള 5.3 കിലോമീറ്ററാണ് ഉദ്ഘാടനം നടത്തിയത്. രണ്ടാമത്തേത് വിലങ്ങന്നൂർ മുതൽ വെള്ളിക്കുളങ്ങര വരെയുള്ള 30.84 കിലോമീറ്ററാണ്. വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ പാലം വരെ 19 കിലോമീറ്റർ മൂന്നാം റീച്ചും. 3 റീച്ചിലും ഇപ്പോഴുള്ള റോഡ് വീതി കൂട്ടി ആധുനിക നിലവാരത്തിലുള്ള പാത നിർമ്മിക്കുന്നതാണ് പദ്ധതി. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് വെറ്റിലപ്പാറയിലേക്കുള്ള പാതയിൽ കോർമല ആശ്രമം, അരിച്ചാംകുഴി, രണ്ടുകൈ പ്രദേശങ്ങളിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇവിടെ സ്ഥലമേറ്റെടുപ്പ് പലയിടത്തും പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ വെള്ളിക്കുളങ്ങര മുതൽ കോർമല ആശ്രമം വരെയുള്ള ഭാഗത്തെ ചില സ്വകാര്യ വ്യക്തികൾ മലയോര ഹൈവേക്കെതിരെ കോടതിയെ സമീപിക്കുകയും നിർമ്മാണങ്ങൾക്ക് സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. അതിനാൽ ഈ മേഖലയിൽ ഏതാനും ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങാനായിട്ടില്ല. വെള്ളിക്കുളങ്ങര കോർമല രണ്ടുകൈ ഭാഗത്തേക്ക് ഒട്ടേറെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് അനുദിനം ഇതുവഴി സഞ്ചരിക്കുന്നത്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്ത് മണ്ണിട്ട് റോഡ് ഉയർത്തൽ, കോൺക്രീറ്റ് കാന, കലുങ്ക് നിർമ്മാണം എന്നിവയാണ് ആദ്യഘട്ടമായി നടക്കുന്നത്. ഇത് ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ റോഡ് വീതി കൂട്ടിയപ്പോൾ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ ടാറിങ്ങിന് തടസ്സമാകുന്നതായി കരാറുകാർ പറയുന്നു. ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് KSCBയോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും നടപടിയൊന്നും ആയിട്ടില്ല. ഇത് നിർമ്മാണ പ്രവർത്തികൾ മന്ദഗതിയിലാക്കുമ്പോൾ രൂക്ഷമായ പൊടിശല്യത്തിൽ വലയുകയാണ് സമീപത്തെ വ്യാപാരികൾ. നമ്മുടെ വെള്ളിക്കുളങ്ങര ഭാഗത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അവിടെ റോഡ് പണി മലയോര ഹൈവേ നടക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളിക്കുളങ്ങര ആ റോഡ് പണിയുടെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഒരു 5 പോസ്റ്റാണ്. ഈ 5 പോസ്റ്റ് മാറ്റി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ റോഡ് പണി നല്ല രീതിയിൽ തന്നെ അത് ടാറിങ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തടസ്സം, ഇപ്പോഴത്തെ തടസ്സം നമ്മുടെ പോസ്റ്റുകളാണ്. അത് മാറ്റാത്ത കാരണമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അതിരൂക്ഷമായ പൊടിശല്യമാണ്. അതുകൊണ്ട് നമുക്കിവിടെ കടയിലിരിക്കാനോ നമ്മുടെ കച്ചവടം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിച്ചിട്ടില്ല. ഇപ്പം റോഡ് പണി ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-8 മാസം ചുരുങ്ങിയതായിട്ടുണ്ട്. 8 മാസം നമ്മുടെ ബിസിനസ് ഡള്ളാണ് ശരിക്കും. പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് പണി തുടങ്ങി അവിടുന്ന് ഒരു 100 മീറ്റർ അവിടെ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയും ഓടി അപ്പുറത്തേക്ക് എത്താൻ രക്ഷപ്പെടാനുണ്ട്. ഒരാളും ഒരു കസ്റ്റമേഴ്സും നമ്മുടെ കടയിൽ നിർത്തണില്ല. അതിൻ്റെ ബിസിനസ് മൊത്തം മോശം. അതൊരു വശം. പിന്നെ നമ്മളിപ്പോൾ നിരന്തരം ഇപ്പോൾ ഒരു അസുഖങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. പൊടി, പനി, അതുപോലെ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ പറയണേ. അതുപോലെ തന്നെ ഈ ജനങ്ങൾ, നമ്മുടെ ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ അടുത്ത് ഓരോ വീട്ടുകാരുടെ അടുത്തോ ഈ തൊട്ടയൽക്കത്തുള്ളടത്തോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പൊടിശല്യം, രോഗങ്ങൾ, അങ്ങനെ ഓരോ അസുഖങ്ങൾ. പിന്നെ റോഡ് പണി ഇപ്പം നീളം. അപ്പോൾ ഓരോരുത്തർ കാരണങ്ങൾ പറയുക. അവർ പറയുമ്പോൾ കോൺട്രാക്ടർ ചോദിക്കുമ്പോൾ അവർ അത് ചെയ്തില്ല എന്ന് പറയും. കോൺട്രാക്ടർ എടുത്ത ഒരു വർക്കുകാരോട് ചോദിക്കുമ്പോൾ അത് എത്തില്ല. അത് അവരോരോ ന്യായങ്ങൾ പറയുന്നു. പിന്നെ അപ്പുറത്തത് പറയുമ്പോൾ സ്ഥലം കിട്ടിയില്ല, പൈസ കിട്ടിയില്ല, അവരോരോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവരൊഴിവാണ്. പക്ഷെ നമ്മളാണ് ശരിക്കും ദുരിതത്തിലായിരിക്കും പെട്ട് പോണത്. സ്ഥലമേറ്റെടുക്കുന്നതിന് പ്രദേശവാസികൾ തടസ്സം നിൽക്കുന്നതാണ് ഈ മേഖലയിൽ മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തികളെ തടസ്സപ്പെടുത്തുന്നത്. വെള്ളിക്കുളങ്ങര മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെ കാലങ്ങളായി പ്രദേശവാസികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് മലയോര ഹൈവേ വരുന്നതോടെ ശാശ്വത പരിഹാരമാകും. ഈ റീച്ചിൽ ഉൾപ്പെടുന്ന 19 കിലോമീറ്ററിൽ ഏകദേശം 6.5 കിലോമീറ്ററോളം ദൂരം ടാറിംഗ് ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട്. സ്ഥലമേറ്റെടുക്കുന്ന വിഷയത്തിൽ കോടതി നടപടികൾ നേരിടുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗങ്ങളിൽ ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതായും പ്രവർത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ പറഞ്ഞു.
വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെ നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് വരെയുള്ള ഏതാണ്ട് 200 മീറ്ററോളം ഭാഗത്ത് റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതടക്കമുള്ള കാന നിർമ്മാണം അടക്കമുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ റോഡിലേക്ക് കയറി നിൽക്കുന്ന ഏതാനും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാത്തതാണ് ഇവിടെ ടാറിങ്ങിന് തടസ്സമായി കരാറുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. മാസങ്ങളായി ഈ മേഖലയിലെ വ്യാപാരികൾ അടക്കമുള്ളവർ വലിയ പൊടിശല്യത്തിൽ പൊറുതിമുട്ടുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ പാതയിൽ എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് തടസ്സമായി നിൽക്കുന്ന ഈ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ KICBയുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ചാലക്കുടി മണ്ഡലത്തിൽ 1687 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. കൊടകര പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷനിലെ അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കാൻ കഴിഞ്ഞത് 5 വർഷത്തിനിടെയുള്ള പ്രധാനപ്പെട്ട നേട്ടമായാണ് കാണുന്നതെന്ന് MLA പറഞ്ഞു. മണ്ഡലത്തിൽ മലയോര ഹൈവേ കടന്നുപോകുന്ന വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെയുള്ള 19.1 കിലോമീറ്റർ ദൂരത്തിലെ 80% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ജൽജീവൻ മിഷൻ പ്രകാരം ചാലക്കുടി മണ്ഡലത്തിലെ കാടുകുറ്റി, കൊരട്ടി, മേലൂർ പഞ്ചായത്തുകളിൽ പൂർണ്ണമായും പണികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. കോടശ്ശേരി, പരിയാരം, അതിരപ്പിള്ളി പഞ്ചായത്തുകളിൽ ജൽജീവൻ മിഷൻ പ്രവൃത്തികൾ 95% പൂർത്തിയാക്കി. കൊടകര പഞ്ചായത്തിൽ ജലവിതരണ പൈപ്പുകളുടെ പണികൾ പൂർത്തിയാക്കിയെങ്കിലും വരന്തരപ്പള്ളി, മറ്റത്തൂർ പഞ്ചായത്തുകളിൽ സജ്ജമാക്കേണ്ട ജലസംഭരണിയുടെയും ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെയും പണികൾ പൂർത്തിയാക്കാത്തതിനാൽ കൊടകരയിലുള്ള ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു തുടങ്ങിയിട്ടില്ല. മണ്ഡലത്തിലെ ഒട്ടുമിക്ക റോഡുകളും BMBC നിലവാരത്തിൽ നവീകരിച്ചതായും ചില റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായും MLA പറഞ്ഞു. കൊടകരയിലെ വഴിയമ്പലം മുതൽ മുരിയാട് വരെയുള്ള റോഡ് 10 കോടി ചെലവിൽ നവീകരണത്തിനുള്ള നടപടികൾ പൂർത്തിയായതായും സനീഷ് കുമാർ ജോസഫ് അറിയിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളും വലിയ പുരോഗതി കൈവരിക്കാൻ മണ്ഡലത്തിന് സാധിച്ചു. വൃത്തിഹീനമായി കിടക്കുന്ന കൊടകര, ചാലക്കുടി മേൽപ്പാലങ്ങളുടെ അടിവശം സൗന്ദര്യവൽക്കരിക്കാൻ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി വീതം അനുവദിച്ചിട്ടുള്ളതായും MLA അറിയിച്ചു. ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TG അജോ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK നൌഷാദ്, ട്രഷറർ ഡിനോ കൈനാടത്ത്, KV സുരേഷ്, ലോനപ്പൻ കടമ്പോട്, IR രാജൻ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവിലേക്ക് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച 5 സ്മാർട്ട് ക്ലാസ് മുറികളുടെയും ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കുകളുടെയും ഉദ്ഘാടനം നടത്തി. കോടാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ തെരുവിലിറങ്ങി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വർണ്ണക്കാഴ്ചയൊരുക്കി കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും പൂയ മഹോത്സവവും ആഘോഷിച്ചു. വർണ്ണക്കാഴ്ചയൊരുക്കി കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും പൂയ മഹോത്സവവും ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ, മേൽശാന്തി MR സഹദേവൻ, അടിവാരം ഗണപതി കോവിൽ മേൽശാന്തി കണ്ണൻ ചന്ദനക്കുന്ന് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത്. പൂയം നാളിൽ വിവിധ ദേശങ്ങളിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിയ കാവടി വരവ് ഉത്സവത്തിന് മാറ്റുകൂട്ടി. തുടർന്ന് അടിവാരം കോവിലിൽ നിന്ന് എഴുന്നള്ളിപ്പും നടന്നു. വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി. ഞായറാഴ്ച രാത്രി 7:30 മുതൽ 10 വരെ പള്ളിവേട്ട, തിങ്കളാഴ്ച രാവിലെ 7:30 ക്ഷേത്രസന്നിധിയിൽ ആറാട്ടും നടക്കും. തുടർന്ന് 10 ആറാട്ട് കഞ്ഞി വിതരണവും ഉച്ചയ്ക്ക് 12:30 കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനവും കുറിക്കും.
സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ നിന്ന് പിന്മാറാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ BKMU പുതുക്കാട് മണ്ഡലം കമ്മിറ്റി വരന്തരപ്പള്ളി പൗണ്ട് സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി. BKMU സംസ്ഥാന സെക്രട്ടറി VS പ്രിൻസ് സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P സാജു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PM നിക്സൺ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജോർജ്, അഡ്വക്കേറ്റ് ജയന്തി സുരേന്ദ്രൻ, സുനന്ദ ശശി, NK സുബ്രൻ, സെനീസ് പുളിക്കൻ, CPI ലോക്കൽ സെക്രട്ടറി PA ജോർജ്, അഡ്വക്കേറ്റ് MA ജോയ് എന്നിവർ പ്രസംഗിച്ചു. VK കരുണാകരൻ, V വിജയൻ, ബൈജു പൂങ്കാവനം, ജോർജ് KL, അജീഷ് വെള്ളിക്കുളം, VR രാജൻ, MK റോഷൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. വരന്തരപ്പള്ളി ശ്രീ ഐക്കരക്കുന്ന് മണലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മകം തൊഴൽ ഉത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 8:30 ഭഗവതിയുടെ എഴുന്നള്ളിപ്പോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് പ്രസാദൂട്ട് നടക്കും. ഉച്ചയ്ക്ക് 2 മകം തൊഴൽ, വൈകിട്ട് 6:30 ദീപാരാധന, തുടർന്ന് താലിപ്പറ, രാത്രി 10 കാളകളി, 12 ഗുരുതി ചടങ്ങുകളോടെ ഈ വർഷത്തെ മകം തൊഴൽ ഉത്സവത്തിന് സമാപനമാകും. പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ വികസന കുതിപ്പിന് പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് 3.25 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റും കൊടകര ശാന്തി ആശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആലയങ്ങാട് ബത്ലഹേം ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. KVVES നിയോജക മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. ചീരയ്ക്ക് അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. റിപ്പോർട്ട് കാണാം. ഇലക്കറികൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇലക്കറികൾ ധാരാളമായി കഴിക്കണം. കാരണം ഈ സമയത്ത് ശരീരത്തിന് കൂടുതൽ പോഷകങ്ങൾ ആവശ്യമാണ്. വിറ്റാമിനുകൾ, ഇരുമ്പ്, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമായ ഈ ഇലക്കറികൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ചീര കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നോക്കാം. ചീരയിൽ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൻ്റെ ഹിമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും വിളർച്ച കുറയ്ക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ചീര ഒരു മികച്ച പരിഹാരമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ല്യൂട്ടീൻ, സിയാക്സാന്തിൻ എന്നീ ഘടകങ്ങൾ സൂര്യരശ്മിയിൽ നിന്നുള്ള ഹാനികരമായ കിരണങ്ങളിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കുന്നു. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന നേത്രരോഗങ്ങളെ ഇത് തടയുന്നു. വിറ്റാമിൻ C, വിറ്റാമിൻ A, ആൻറ്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളം ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുകയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ചീരയിൽ വിറ്റാമിൻ K ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലുകളെ ബലമുള്ളതാക്കാനും ശരീരത്തിലെ കാൽസ്യം ആഗിരണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതുവഴി ഹൃദ്രോഗ സാധ്യതയും കുറയുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ജില്ലയിലെ 70 അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 70 ഒഴിവുകളാണുള്ളത്. ഇതിൽ പൊതുവിഭാഗത്തിൽ 64 പേർക്കും, പട്ടികജാതി വിഭാഗത്തിൽ 2 പേർക്കും, പട്ടികവർഗ വിഭാഗത്തിൽ 4 പേർക്കുമാണ് അവസരം. വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ പ്രീഡിഗ്രി. പ്രായപരിധി 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 0472386809 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 15,465 രൂപ, പവന് 1,23,720 രൂപ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് മഞ്ഞളി പിണ്ടിയാൻ ജോസ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാത്തിരിപ്പിന് വിരാമമിട്ട് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ആദ്യ ടിക്കറ്റ് എടുത്ത് മന്ത്രിമാരായ AK ശശീന്ദ്രനും K രാജനും.
ചിമ്മിനി ഇക്കോ ടൂറിസം ഒന്നാം ഘട്ട സമർപ്പണവും രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനവും മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. വെള്ളിക്കുളങ്ങരയിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന് വില്ലനായി വൈദ്യുത പോസ്റ്റുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ ചാലക്കുടി മണ്ഡലത്തിൽ 1687 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി സനീഷ് കുമാർ ജോസഫ് MLA. വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവിലേക്ക് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ. സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച 5 സ്മാർട്ട് ക്ലാസ് മുറികളുടെയും ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കുകളുടെയും ഉദ്ഘാടനം നടത്തി. കോടാലി ടൗണിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ തെരുവിലിറങ്ങി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി. വർണ്ണക്കാഴ്ചയൊരുക്കി കേരള പഴനി ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ആഘോഷിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.